കേസരി ഭവനിൽ ഈ വർഷത്തെ നവരാത്രി സർഗോത്സവം സെപ്റ്റംബർ 20 വൈകിട്ട് നടക്കുന്ന മഹാസാരസ്വത പൂജയോടെ ആരംഭിക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടിക മുഖ്യ കാർമ്മികത്വം വഹിക്കും. നവരാത്രി സർഗ പ്രതിഭാ പുരസ്കാരം സെപ്റ്റംബർ 29 മധു ബാലകൃഷ്ണന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമർപ്പിക്കും. 12 ദിവസത്തെ ഒരു സാംസ്കാരിക ഉത്സവമാണ് നവരാത്രി സർഗോത്സവം. കലയും സാഹിത്യവും വൈജ്ഞാനിക ചർച്ചകളും സിനിമാ പ്രദർശനവും കലാമത്സരങ്ങളും അങ്ങനെ വൈവിധ്യപൂർണമായ ഒരു നവരാത്രി ആഘോഷമാണ്. അത് കേവലം അനുഷ്ഠാനപരമായി നടത്തുന്ന ഒന്നല്ല കേസരി ഭവനിൽ. അതിന്റെ സാംസ്കാരിക വശത്തെ മുൻനിർത്തി ഒരു പത്രസ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവം നടക്കുന്നത്. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ചലച്ചിത്ര നടി വിധു ബാല, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും. സർഗോത്സവ വേദിയിൽ പ്രമുഖ കലാകാരന്മാരായ ഏലൂർ ബിജു, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഗായത്രി മധുസൂദനൻ, മനുരാജ് തിരുവനന്തപുരം, പട്ടാഭിരാമ പണ്ഡിറ്റ്, ഡോക്ടർ പ്രശാന്ത് വർമ്മ, ഭരദ്വാജ് സുബ്രഹ്മണ്യം, KVS ബാബു തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ എത്തും. യോഗ ശിബിരം, സാധനാ ശിബിരം, വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ഒക്ടോബർ 2 രാവിലെ സരസ്വതി മണ്ഡപത്തിൽ കുട്ടികൾക്ക് അക്ഷരദീക്ഷയും ചിത്രകല നൃത്ത വിദ്യാരംഭവും നടത്തുമെന്നും നവരാത്രി സർഗോത്സവ സമിതി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ M രാജീവ്, കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു, മാതൃസമിതി അധ്യക്ഷ സുജാത ജയബാനു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രണ്ടാമത് കേരള സ്റ്റേറ്റ് ഓപ്പൺ കിഡ്സ്